നമസ്കാരം, എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവിത വിജയത്തിനുള്ള, ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു പ്രത്യാശ, ഇതൊക്കെ പലർക്കും ഇല്ല. ജീവിതത്തിൽ പണമുണ്ട്, ജീവിതത്തിൽ മറ്റു കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത് രണ്ടുമില്ല. ജീവിതത്തിലൊരു ഭാഗ്യമോ, ജീവിതത്തിൽ എന്ത് ചെയ്താലും, എല്ലാ റിസോഴ്സസും ഉണ്ടെങ്കിലും ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് വിജയിക്കുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് ഒരു വളരെ സീക്രട്ടായിട്ടുള്ള, വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു രാമ മന്ത്രമാണ് പറയുന്നത്. രാമ എന്നുള്ള വാക്ക് തന്നെ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള വാക്കാണ്. പത്മപുരാണത്തിലാണെന്ന് തോന്നുന്നു, ശിവൻ എടുത്ത് പാർവതി ദേവി ചോദിക്കുകയാണ്, വിഷ്ണു സഹസ്രനാമത്തിനേക്കാൾ അതിന് തുല്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ 1000 നാമങ്ങൾ, ദൈവത്തിൻ്റെ 1000 നാമങ്ങൾ ഓതുന്നതിനേക്കാൾ ഒരു മന്ത്രം അതിന് തുല്യമായി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നത്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനെ. അതായത് ശ്രീരാമൻ്റെ നാമം ചൊല്ലുന്നത്, രാമ എന്നുള്ളത് ചൊല്ലുന്നത് 1000 നാമങ്ങൾ ചൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. രാമ എന്നുള്ള വാക്ക് തന്ത്രയിലുമുണ്ട്. രം എന്നുള്ള വാക്ക് നമ്മുടെ മണിപൂരക ചക്രത്തിനെ ഉത്തേജിപ്പിക്കുന്ന അഗ്നിതത്വമാണ്, അഗ്നിബീജമാണ്. അതേപോലെ തന്നെ പല പല അർത്ഥങ്ങൾ അതിന് വരുന്നുണ്ട്. രാ എന്നുള്ള വാക്ക് ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ. ഓം നമഃ ശിവായയിലെ ഏറ്റവും ബീജമായിട്ടുള്ള അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് മാ എന്നുള്ളതാണ്. ആ മാ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഓം നഃ ശിവായ, മംഗളകരമല്ലാത്തത്, അർത്ഥം മാറി. അതേപോലെ നാരായണായയിലെ അതിൻ്റെ ബീജം എന്ന് പറയുന്ന രായാണ്. ഇത് രണ്ടും കൂട്ടി നോക്കുക, രാമ എന്ന് വരും. അപ്പോൾ രാമ എന്നുള്ള മന്ത്രത്തിന് ഒരുപാട് അർത്ഥതലങ്ങൾ പല ഇന്ത്യൻ സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ പല സിസ്റ്റത്തിലും രാമ എന്നുള്ള വാക്കിന് പല 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 ഇൻറ്റർപ്രിട്ടേഷൻസും പല അർത്ഥതലങ്ങളും. അത് ഇന്ത്യൻ സിസ്റ്റത്തിൽ, ഹിന്ദുയിസത്തിൽ മാത്രമല്ല, എല്ലാ റിലീജനിലും, മറ്റ് ഇപ്പോൾ സിഖിസമാണെങ്കിലും ഗുരു ഗ്രന്ഥ് സാഹിബ് വായിച്ചു നോക്കിയാലും, കബീർ ദാസിൻ്റെ ദോഹകൾ വായിച്ചു നോക്കിയാലും ഒക്കെ നമുക്ക് രാമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥതലങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നിവിടെ നമ്മൾ പറയുന്ന മന്ത്രം ഭയമില്ലാതാക്കാനും, നെഗറ്റിവിറ്റികൾ, എല്ലാത്തരം നെഗറ്റിവിറ്റികളെ മാറ്റാനും, അതേപോലെ നമുക്ക് ജീവിതത്തിൽ വിജയവും പ്രത്യാശയും ഒക്കെ ഉണ്ടാവാനും ഉള്ളൊരു മന്ത്രമാണ്. ഇത് നിരന്തരം ജപിക്കുക. ഇത് നമുക്കൊരു സാധന പോലെ ഇരുന്ന് ജപിക്കാവുന്നതാണ്, അതേപോലെ തന്നെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. ശ്രീരാമ ജയരാമ കോദണ്ഡരാമ. ഈ കോദണ്ഡ എന്ന് പറയുന്നത് രാമൻ്റെ ഒരു വില്ലാണ്. എല്ലാ നെഗറ്റീവ് ഫോഴ്സസിനെയും തുരത്താനുള്ള, ഭയത്തിനെ തുരത്താനുള്ള വില്ലാണ് കോദണ്ഡ. ശ്രീരാമ ജയരാമ കോദണ്ഡരാമ, ശ്രീരാമ ജയരാമ കോദണ്ഡരാമ. എല്ലാ ദിവസവും ജപിക്കുക, വളരെ ശുദ്ധിയായിട്ട്. ശുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സ് ശുദ്ധമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശുദ്ധി. ശരീരം ശുദ്ധമാക്കാമെങ്കിൽ ആരോഗ്യം അനുസരിച്ച് മാത്രം അത് ചെയ്യുക, അല്ലാതെ ഉള്ളൊരു അശുദ്ധിയും ഇതിനൊന്നുമില്ല. രാവിലെ നമ്മൾ കുളിച്ചിട്ട് ഒരു നാമം ചൊല്ലുന്നതും അത് ചെയ്യാതെ ചെയ്യുന്നതും ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് എല്ലാ സെല്ലും ആക്റ്റീവാകും. പക്ഷെ എല്ലാവർക്കും പറ്റില്ല. നമ്മൾ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇരുന്ന് ജപിക്കാം. ഓരോ മാല, നിങ്ങൾക്ക് 108ൻ്റെ മാല ജപിക്കണമെന്നുള്ളവർക്ക് 108 മണികളുള്ള ഒരു മാല വാങ്ങിക്കുക, എന്നിട്ട് ജപിക്കുക. ശ്രീരാമ ജയ രാമ കോദണ്ഡരാമ, ശ്രീരാമ ജയ രാമ കോദണ്ഡരാമ, ശ്രീരാമ ജയ രാമ കോദണ്ഡരാമ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ജപിക്കാം. ആ ജപം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുമ്പോൾ രാമനാമം എവിടെ ഉച്ചരിക്കുന്നോ അവിടെ ശ്രീരാമ ചൈതന്യമുണ്ടാകും. രാമനാമം എവിടെ ഉച്ചരിക്കുമ്പോഴും
ആ ഒരു രാമ എന്നുള്ള മന്ത്രത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ഗ്രേസ് അവിടെ എപ്പോഴും ഉണ്ടാവും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പ്രവർത്തിക്കും ട്രാൻസ്ഫോർമേറ്റീവ് എനർജി ആയിട്ട്. മണിപൂരക ചക്രം, ആ ചക്രത്തിൻ്റെ പവർ നിങ്ങൾക്ക് തുറന്ന് കിട്ടും. അഗ്നി ബീജം, അഗ്നിയാണ് എല്ലാത്തിൻ്റെയും തുടക്കം അല്ലേ? അഗ്നി, ചൂട്, എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത് അഗ്നിയാണ് അല്ലേ? ചൂട് ആ ഒരു എല്ലാത്തിനെയും നിങ്ങളുടെ ഉള്ളിൽ എല്ലാത്തിനെയും, നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ എല്ലാം നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാനും ജീവിതത്തിൽ അത് ആ കഴിവിനെ എല്ലാം പല രീതിയിൽ സാക്ഷാത്കരിക്കാനും മറ്റുള്ളവർക്ക് ഉതകുന്ന രീതിയിൽ സാക്ഷാത്കരിക്കാനും ഈ മന്ത്രം ജപിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കുറച്ച് നേരം അത് ചാൻറ്റ് ചെയ്യാം. ശ്രീരാമ ജയ രാമ കോദണ്ഡ രാമ, 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 ശ്രീരാമ ജയ രാമ കോദണ്ഡ രാമ.